വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ അസഹിഷ്ണുത എന്തിനെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. ബില്ലിനെതിരെ പുരോഗമന വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയെപ്പോലെ ഒരാൾ എങ്ങനെയാണ് വനിതാ ബില്ലിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വനിതകളെ അവഗണിച്ചുകൊണ്ട് വികസിത ഭാരതം യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വനിതാ ബില്ലിനെതിരെ രംഗത്തെത്തിയ സോണിയാഗാന്ധിക്കും ജോൺ ബ്രിട്ടാസിനും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയത്. ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന വനിതാ വിഭാഗം ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ല എന്ന പോരായ്മ മറികടക്കുകയാണ് ലക്ഷ്യം. വനിതാ ബില്ലിനെതിരെ പുരോഗമന വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. സോണിയാഗാന്ധിയെ പോലെ ഒരാൾ എങ്ങനെയാണ് വനിതാ ബില്ലിനെ എതിർക്കുന്നത് എന്നും സദാനന്ദൻ മാസ്റ്റർ ചോദിച്ചു. സ്ത്രീകൾ പാർലമെന്റിലേക്ക് വരുമ്പോൾ അവർ മറ്റ് ചില സ്വാധീനങ്ങൾക്ക് വശംവദരാകും എന്നാണ് സോണിയാഗാന്ധി അതിന്റെ വിമർശനം എന്ന നിലയിൽ ഉന്നയിക്കുന്നത്. സോണിയാഗാന്ധിയെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുഴുവൻ ഭാരതത്തിലെയും സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീ സംവരണം ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാകുന്നത്. സ്ത്രീകൾ അധികാര സ്ഥാനത്തിലേക്ക് വരുന്നതിന് അസഹിഷ്ണുത പുലർത്തുന്നത് ശരിയല്ല. വികസിത ഭാരതത്തിലേക്ക് കടക്കുമ്പോൾ വനിതകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ വികസനത്തിൽ 2047 നാം ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, വികസിത ഭാരതം എന്ന്. ആ വികസിത ഭാരതത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ 50% വരുന്ന ജനവിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്ത്രീപക്ഷവാദി എന്നോ അല്ലെങ്കിൽ ഒരു കേവലം സ്ത്രീ എന്ന നിലക്കോ അല്ല നമ്മൾ കാണുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ സമ്പന്നതയായ നേതാവ് എന്ന നിലക്ക് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ സ്വീകരിക്കുന്ന നിലപാട് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വനിതാ ബില്ലിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ശക്തമായ മറുപടി കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ നൽകിയത്. ജനം, കണ്ണൂർ.